ആ ഒരു ഓർമ്മയോടുകൂടി നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്യണം. അതോടൊപ്പം ഇന്നലെ നമ്മൾ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. റിപ്പബ്ലിക് ഡേ ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോഴേ എല്ലാവർക്കും സർവർക്കും സ്വാതന്ത്ര്യം വേണം ആളുകൾക്ക് സ്വാതന്ത്ര്യം കൂടുതലായി പോയതുകൊണ്ട് ഈ സമൂഹത്തിൽ മാതൃകയായ അഭിഭാഷകർക്ക് ഇത്ര നേരെ അഭിമുഖം വന്നിട്ടുണ്ടെങ്കിൽ കോടതിയുമായി ചേർന്നിട്ടുള്ള സ്വാഭാവികമായിട്ടും ഞങ്ങൾക്കുണ്ടായ ചഞ്ചരിപ്പ്, ഞങ്ങൾക്കുണ്ടായ ഭയം, ഞങ്ങൾ അഭിഭാഷകർ ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അഭിഭാഷകർക്ക് പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ കോടതിയുടെ അവസ്ഥ വളരെ മോശമാണ്. കോടതിയാണ് ഇന്നലെ അവിടെ ചെയ്യുന്നത്. സംഭവ സ്ഥലത്ത് ചെന്നത് കോടതിയാണ്. കോടതിക്ക് പകരമായിട്ട് അഡ്വക്കേറ്റ് കമ്മീഷൻ വെച്ചു. ഇത് അറിയപ്പെടാത്തൊരു സംഭവമല്ല. ഡെലിവറിയുമായി ബന്ധപ്പെട്ട് അതിനു മുൻപുണ്ടായ എന്തെല്ലാം പ്രൊസീഡിങ്സ് ഉണ്ടായി. എക്സ്പെർട്ട് കമ്മീഷണർ ഇത് ഓക്കെ ആയിരുന്നു. കാരണം എന്താണെങ്കിൽ എക്സ്പെർട്ട് കമ്മീഷനിൽ അഭിഭാഷകനാണോ കക്ഷിയാണോ ആരാണോ ചെയ്യുന്നത് അറിവില്ല എന്ന് പറയാമായിരുന്നു. ഇത് ഇത്രയും കാലത്തെ നിയമപരമായ പോരാട്ടത്തിനൊടുവിൽ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് പോലീസിന്റെ പ്രസൻസിൽ ഉണ്ടായിരിക്കുന്ന ഇത്ര വലിയൊരു നീചമായ പ്രവൃത്തി തികച്ചും അപലീനീയമാണ്. ഇത് വഞ്ചിയൂർ കോടതിയിലാണ് സംഭവിച്ചെങ്കിൽ ഇന്ന് കേരളത്തിന്റെ സ്ഥിതി എന്താകുമായിരുന്നു? തിരുവനന്തപുരത്തുള്ള വഞ്ചിയൂർ കോടതിയിലാണെങ്കിൽ ഇന്ന് തിരുവനന്തപുരം സ്തംഭിക്കും ആദ്യം, പിറ്റേ ദിവസം കേരളം മൊത്തം സ്തംഭിക്കും. ആ ഒരു അന്തരീക്ഷത്തിലേക്ക് നമ്മളെ തള്ളിവിടാതെ സർക്കാർ ഉദ്യോഗസ്ഥരും ഉത്തരവാദിത്തപ്പെട്ടവരും എൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നടപടികളായിട്ട് മുന്നോട്ട് പോകണം. അതിന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാൻ സമ്മതിക്കില്ല, അനുവദിക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം. അതോടൊപ്പം ഞങ്ങളോടനുബന്ധിച്ച് നിൽക്കുന്ന എല്ലാവരും ഒരുമിച്ചുണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇത്രയും തൽക്കാലം ബാർ അസോസിയേഷൻ ഭാരവാഹികളെ രേഖപ്പെടുത്തുന്നു.